എന്തായി? അതെ, നടുവേദന എടുക്കണം പറഞ്ഞാൽ കൊണ്ടുവന്നത്. എന്നെ ജെസി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത്. എന്തൊരു ചെറിയ പ്രശ്നമുണ്ടെന്നും ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, 2 ദിവസമായി. വയസ്സായ ആൾക്കാരെല്ലാം ഇന്നത്തിരി നേരത്തെ കൊണ്ടുവന്ന് കാണിക്കണ്ടേ? അവ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞല്ല. 1-2 ദിവസമായിട്ട് തീരെ വയ്യ. ഇപ്പൊ കാലിന്റെ മുട്ടുവേദന എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോ വേദന അങ്ങനെ ഇടുപ്പിലേക്ക് വന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കൂടുതലായിപ്പോ കൊണ്ടുവന്നു. എന്തോ പ്രശ്നം എന്താ? എനിക്ക് ഈ ഒരു വശം, ഈ ഒരു ഭാഗം നടുവിനെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം മൊത്തം ഒരു വല്ലാത്ത വേദന. നടക്കുമ്പോഴേ ഉള്ളോ അതോ? അല്ല, എപ്പോഴും ആ വേദന തന്നെ. ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞില്ല. അല്ല, അങ്ങോട്ടൊന്ന് തിരിഞ്ഞിരിക്കും, നോക്കട്ടെ. അയ്യോ, ഇവിടെ വേദന ഉണ്ടോ? അവിടെ ഉണ്ട്. ഇവിടെയോ? ആ ഭാഗം മൊത്തം വേദനയാ. ആണോ? ഇവിടെ ഈ സൈഡിലും ഉണ്ടല്ലേ? അത് അവിടെ മാത്രമല്ല, മൊത്തം ഒരു വേദന. ഈ കാലിൽ, ഉള്ളംകാലിൽ നിന്നൊരു വേദന ഇങ്ങോട്ട് വന്നാലും. ഓക്കെ, അപ്പോ കിടക്കുന്നത് എങ്ങനാ? കിടക്കുന്നത് ഞാൻ ഒരു വല്ല വിധത്തിൽ ഞാൻ ഇങ്ങനെ. അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ഇങ്ങനെ കട്ടിലാണോ നിലത്താണോ കിടക്കുന്നത്? കട്ടിലാണ് കിടക്കുന്നത്. തട്ടിക്കൂട്ടി ഒരു കട്ടിൽ കിടപ്പുണ്ട്. അതിന്റെ ആണി അങ്ങാണ് എന്നെ കൊള്ളും. എനിക്കൊരു ആണി കുത്തി കയറും വേദന. അതല്ല, ഈ ഭക്ഷണമൊക്കെ എങ്ങനാ? ഭക്ഷണം കഴിഞ്ഞ 2 ദിവസമായിട്ട് തീരെ കുറവാണ്. ഇന്ന് ഞാൻ നിർബന്ധിച്ചിട്ടാണ് കുറച്ച് കഞ്ഞി കുടിച്ചത്. ആണല്ലേ? ആ ഭക്ഷണമൊക്കെ അങ്ങനെ കുറവാണല്ലേ? കുറവല്ല, നന്നായിട്ട് കഴിക്കും. പറ്റിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞെടി വരെ ഞാനങ്ങ് മോന്തു അത്ര തന്നെ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ 75 അല്ലേ? ഇരിക്കാൻ വയ്യ. ഒരു കാര്യം ചെയ്യും, ഒരു എക്സ്റേ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് എടുക്കാം. എന്താണ് എക്സ്റേ എടുക്കാനാണ് പറഞ്ഞത്? എക്സ്റേ എടുത്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. പ്രശ്നമൊന്നും ഇല്ല. നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇവിടെ ICU കിടക്കണോ വേണ്ട നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ അമ്മ ഒരു നാട് നടക്കും, ഒരു പ്രശ്നമല്ല. വെറുതെ വലിക്കണ്ട. അമ്മ അപ്പൊ എങ്ങനെ, വേദനക്ക് സമാധാനം ഉണ്ടോ? ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം വേദനയ്ക്ക് ഒരു ഇത്തിരി കുറവുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും മേടിക്കണോ? ചായ എന്തെങ്കിലും? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ എക്സ്റേ എടുത്തൊന്ന് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് പറഞ്ഞു വിടും. അല്ല, അല്ലെങ്കിൽ ആശുപത്രിയിൽ വന്ന അങ്ങനെ തന്നെയാണ്. അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറയും. അത് പേടിപ്പിക്കലാണ്. കിട്ടിയോ? ഡോക്ടറെ കാണിക്കും. എന്താ ആള് കാണിച്ചാൽ മതി. കൂടി പോയിക്കോ, എന്താ പറയണെന്ന് കേക്കണ്ടേ? എന്തിന് നമ്മ പോണ്ട ഒരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് അടിച്ചാലോ പോണ വഴി? ഡോക്ടർ കിട്ടിയോ? ഇരി. കുഴപ്പമാണല്ലോ മാഷെ. അതായത് ഈ സ്പൈനൽ കോഡിൽ നിന്നൊരു ചെറിയ ഗ്രോത്ത് കാണുന്നുണ്ട്. ഒരു 2 സൈഡിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടേ കോഡ് നട്ടലിൻ്റെ ഒരു ഈ എല്ലിൻ്റെ അവിടെ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പം അതെന്താണെന്നുള്ള കാര്യമാണ്. ഇത് റെയർ കേസാണ്. ഇങ്ങനൊരു സംഭവം എന്തായാലും ഞാനൊരു സ്പെഷ്യൽ ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. സീനിയർ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ട് ചെയ്തിട്ട് ഞാനത് പറയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക്. അപ്പോൾ 75 വയസ്സായല്ലേ? ഒരു സർജറിയൊക്കെ നമുക്ക് ഈ പ്രായത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും അഡ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് മെഡിസിൻസ് തന്നു വിടാം. അതുകൂടാതെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരിക. വ്യാഴാഴ്ച പോകുന്നുള്ളൂ. വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. കുഴപ്പമില്ല, വ്യാഴാഴ്ച വന്നാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, അമ്മയുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ കെയറിങ് ഉണ്ടാവണം.
അമ്മയ്ക്ക് ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കണം. ബന്ധുജനങ്ങളെല്ലാം കാണണമെങ്കിൽ പോയി കാണിക്കുമോ അല്ലെങ്കിൽ കൊണ്ടുപോയി കാണിക്കുമോ അല്ല വിളിച്ചു വരുത്തുമോ എന്താണെന്ന് ചെയ്യണം കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ടമ്മ? കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് മരുന്നല്ലേ കഴിച്ചിരിക്കുന്നത്. ആ ഇഞ്ചക്ഷനും കൂടെ എടുത്തപ്പോൾ ഒരു ആശ്വാസം ഉണ്ട്. അതൊക്കെ മാറുപോയി. അല്ല എന്നാലും എൻ്റെ ഈ ഭാഗത്ത് ഉള്ളിനകത്താണ് എനിക്ക് എന്തോ ഇരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് എന്തോ ഇരിക്കുന്നത് പോലെ ഒരു തോന്നൽ. അതാണ് ഒരു പേടി. അത് തോന്നൽ തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോളേ. മാറും. എനിക്കത് പറ്റുന്നില്ല. അതാ അത് കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളും. ഞാനേ പുറത്തൊന്ന് പോയിട്ട് വരാം. അല്ല എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ്? എന്താ? എനിക്ക് 2 മക്കളുണ്ട്. ഒന്നിനെ കാണുന്നതുമില്ല കൂടെ കൂടെ. നീ ഒന്നേ ഉള്ളു എൻ്റെ അടുത്ത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. മക്കളെ എല്ലാം തോലും ആയതുപോലെയൊക്കെ എനിക്കങ്ങ് തോന്നുന്നു. മക്കളെ സമയാസമയത്ത് ആഹാരം കഴിക്കണം. അമ്മ തരുന്നത് പോലെ ആരും തരത്തൊന്നുമില്ല. നീ ഇങ്ങനെ കുടിച്ചു പെടുത്ത് നടക്കാതെ സമയത്ത് വന്ന് ആഹാരം കഴിക്കണം. ഉള്ള പൈസ അവൾ കൊണ്ട് കൊടുക്കണം അവളുടെ കയ്യിൽ. കണ്ട അങ്ങോട്ട് തിന്ന് ചക്കപ്പോത്ത് പോലെ ആയിരിക്കുകയാണ്. സമയാസമയത്ത് കോരി ഇട്ടാ അവള് തിന്നുന്നത്. നിനക്ക് അങ്ങനെ തിന്നാൻ പറ്റുമോ? നീ സമയത്ത് ആഹാരം കഴിക്കണേ. വന്നല്ലേ അവള്. എന്നെ കണ്ടില്ലല്ലോ പറഞ്ഞതാ അമ്മ. എന്താണ് എങ്ങനെയുണ്ട് ഇപ്പോ? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ ആശ്വാസം ഉണ്ടെന്ന് തന്നെ പറയാം. അല്ല ഇത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ്? മക്കളെ രഹസ്യം കൂടെ കേൾക്കണം. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അമ്മയുടെ അച്ഛൻ പോയില്ലേ? എന്റെ അച്ഛനല്ലടാ, നിന്റെ അച്ഛൻ ചെല്ലപ്പണ്ണനെ എനിക്കൊന്ന് കാണണം. ഏട്ടാ ഒന്ന് പോയി കൂട്ടിയിട്ട് വാ. എത്ര നാളായി? എന്താ ഇപ്പൊ അച്ഛനെ കാണണോ? കണ്ടേ പറ്റും. രസിയ ഒരു വീടുണ്ടായിരുന്നത്. എന്തിനാ അങ്ങനെ ആദ്യം പിടിക്കണേ? നിന്റെ വീട്ടിൽ കിടന്ന് എനിക്ക് ചാവാനുള്ള ഒരു അങ്ങനൊന്നും പറയല്ല അമ്മ. വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ. ഇതാ അച്ഛൻ പോരെ, കണ്ടോ? പടമല്ലടാ, എനിക്ക് ജീവനോട് അദ്ദേഹത്തിന് എനിക്കൊന്ന് കാണണം. കൊണ്ടുവന്നേ. എന്റെ അമ്മ, നമ്മളിതാ റസിയുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കണത്. ഇനി ഇവിടേക്ക് അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. ഇനി വിളിച്ചാൽ തന്നെ അയാൾ വരുവോ? അതെ, ഇവിടെ വന്നോണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വിളിച്ചാ മതി. അമ്മക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് വിളിക്കാട്ടോ. അവനെ പേടിച്ചാ വരാതിരിക്കുന്നത്.